അമ്മൂമ്മ ഒരു പാട്ട് പാടാവോ? നീ ഒരു പാട്ട് പാട്. ഞാനല്ലേ എപ്പോഴും പാടുന്നത്. നീ ഒരു പാട്ട് പാട്. അമ്മൂമ്മ, ഞാൻ പഴയ പാട്ടൊക്കെ മറന്നുപോയി. ഞാൻ പണ്ടത്തെ പാട്ടൊക്കെ മറന്നുപോയി. എന്തെങ്കിലും പാടും. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അയ്യോ, ഞാനിപ്പോൾ എങ്ങനെ പാടും? എനിക്ക് ആലോചിച്ചിട്ട് പാടാന്നാ. ഇപ്പം ആലോചിക്കട്ടെ ഏത് പാട്ട്. അമ്മൂമ്മയ്ക്ക് ഏതാ കീർത്തനാണോ പാടണ്ടേ? ഞാൻ കീർത്തനം പാടിയാൽ മതിയോ? എന്നാ കീർത്തനം പാടാം. ഏത് കീർത്തനാ പാടേണ്ടത്? അത്ഭുതമേനായി വേദങ്ങൾ. അതെനിക്കറിയാൻ മേല. എന്നാ സിനിമാ പാട്ട് മതിയോ? സിനിമയിലുള്ള ഒരു ഏതെങ്കിലും ആലോചിച്ച് പാടാം കേട്ടോ. അമ്മൂമ്മ, എനിക്ക് ശിവനെ ഭയങ്കര ഇഷ്ടാ. നമ്മുടെ മഹാദേവനെ എനിക്ക് ഏറ്റവും ഇഷ്ടം ശിവനെ. അപ്പൊ ഞാൻ ശിവന്റെ ഒരു കീർത്തനം പാടാൻ നോക്കാം. പാട്ട് പാടാം. സുന്ദരധര പീനാകധര ഹര, സുന്ദരധര പീനാകധര ഹര, ഗംഗാധര ഗജ ചർമാംബരധര, ഗംഗാധര ഗജ ചർമാംബരധര, ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. കൊള്ളാവോ? അടിപൊളിയായി. ആണോ? നന്നായി. താങ്ക് യു. ഇനി അമ്മൂമ്മ പാടിയാ മതി കേട്ടോ. അമ്മൂമ്മയ്ക്കൊരു കാര്യം അറിയാവോ? ഇപ്പൊ ബീന മാം വന്ന് പോയി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇപ്പൊ നോക്കിയിരിക്കുക ആൾക്കാർ, അമ്മൂമ്മയെ കാണാൻ മോഹൻലാൽ വരുമോന്ന്. ഞാൻ പറഞ്ഞു, വിളിച്ചപ്പം മറ്റേ അമേരിക്കയിലാന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് നമ്മൾ അറിഞ്ഞല്ലോ. എന്നാ അമേരിക്കയിൽ നിന്ന് വരുന്നത് പറഞ്ഞല്ലോ. അമ്മൂമ്മ ഓർത്ത് പറഞ്ഞു എന്നാ വരുന്നത്. ഇതേതാ മാസം? മാർച്ചാണോ? അല്ല, ഇത് ഏപ്രിൽ, മെയ് മാസം. മെയ്യിലാ വരുന്നത്. വരുന്നത് അല്ലേ? അമ്മൂമ്മയെ കാണാൻ വരുമോ? അമ്മൂമ്മ എന്നാ സംസാരിക്കും വരുമ്പോ. ഇനി വന്നു കഴിഞ്ഞാല് എന്നാ സംസാരിക്കും എല്ലാവർക്കും അറിയണം. ഇനി എങ്ങാനും മോഹൻലാൽ വന്നാല് അമ്മൂമ്മ എന്ത് സംസാരിക്കും? എന്നാ ചോദിക്കും? മോൻ വന്നത് വളരെ സന്തോഷമായി. അല്ല, എന്നാ ചോദിക്കും? അത് സന്തോഷായി. അമ്മൂമ്മ എന്നാ ചോദിക്കുന്നേ? എന്തേലുമൊക്കെ ചോദിക്കണ്ടേ? അമ്മൂമ്മയോട് മാത്രം ഇങ്ങോട്ട് ചോദിച്ചാ പോരല്ലോ, അമ്മൂമ്മ ചോദിക്കണ്ടേ അങ്ങോട്ട് എന്തെങ്കിലും. മോനിപ്പോ എന്നാ എടുക്കുവാണ്? പുതിയ സിനിമയൊക്കെ ഉണ്ടോന്ന് ചോദിക്കണം. പുതിയ സിനിമയൊക്കെ ഏതാന്നൊക്കെ ചോദിക്കണം. പുതിയ സിനിമയൊക്കെ ഏതാണ് എന്നൊക്കെ ചോദിക്കാൻ. അമ്മൂമ്മയുടെ അടുത്ത് മോഹൻലാൽ ദൃശ്യത്തിന്റെ കഥ ചോദിച്ചാൽ എന്ത് പറയും? അമ്മൂമ്മ അന്ന് ദൃശ്യം 1 കണ്ടില്ലായിരുന്നു, 1-ാം ഭാഗം ദൃശ്യം ഇറങ്ങിയപ്പം. അതിന്റെ കഥയൊക്കെ ഓർക്കുന്നുണ്ടോ? അന്ന് എന്നെ പറഞ്ഞു കേൾപ്പിച്ചല്ലേ. കഥ മറന്നുപോയി. ഇത്തിരിയെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു പയ്യനെ കൊന്നു. അത് ഓർമ്മയുണ്ട്. അത് മതി. അത് ഓർത്താ മതി കേട്ടോ. അത് ഓർത്താ മതി. സന്തോഷം. ആരാ അതിനകത്ത് അഭിനയിച്ചത്? മോഹൻലാലിന്റെ കൂടെയുള്ള നായിക ആരായിരുന്നെന്നറിയാവോ? ഒന്ന് ഓർത്ത് നോക്കി. അല്ല ഇപ്പൊ പറഞ്ഞ അമ്മൂമ്മ എന്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞ. അല്ല മഞ്ജു വാര്യരല്ല. അല്ല മഞ്ജു വാര്യരൊന്നും അല്ല. അമ്മൂമ്മ ഒന്നുകൂടി നല്ലോണം ആലോചിച്ചിട്ട് പറഞ്ഞു. ദൃശ്യത്തിൽ മോഹൻലാലിനോട് ആരാ അഭിനയിച്ചോന്നൊന്ന് ഓർത്ത് പറഞ്ഞു. ഇപ്പോഴോ? അപ്പൊ എന്റെ പേര് ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പേര് മറന്നുപോവല് കേട്ടോ. ഇതൊക്കെ ഓർത്ത് പറയുവോ? കഥ ഒന്നുകൂടെ ഓർത്ത് പറയാവോ? കഥ ഒന്നുകൂടെ ഓർത്ത് നോക്കാവോ? അമ്മൂമ്മയല്ലേ അമ്മൂമ്മ തിയേറ്ററിൽ കണ്ടത്? ഞാൻ കണ്ടില്ലായിരുന്നു. എന്നിട്ട് അമ്മൂമ്മ എന്നോട് കഥ പറഞ്ഞു. ഇപ്പൊ ഒന്നും ഓർക്കല്ലേ. 6-ാം തമ്പുരാന്റെ കഥ ചോദിച്ചാ പറയൂ. അതിനകത്താ മഞ്ജു വാര്യർ അഭിനയിച്ചത്. സിനിമ മാറിപ്പോവരുത് കേട്ടോ. അതിനകത്ത് ഉള്ള എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്നാ ഏത് തിയേറ്ററിലാ കണ്ടേന്ന് ഓർമ്മയുണ്ടോ? കോട്ടയത്ത്? ആലപ്പാട്ടല്ല, ആനന്ദിൽ. അമ്മൂമ്മയ്ക്ക് തിയേറ്ററിൽ സിനിമ കാണുന്നതാണോ വീട്ടിൽ ഇരുന്ന് നമ്മൾ TV കാണുന്നതാണോ ഇഷ്ടം? കാരണം എന്നാ? കാരണം ശരിക്കും കാണാൻ അവിടെ പോകണം. ഒച്ചയൊക്കെ കേട്ട് കാണാം അല്ലേ? കൊള്ളാം. അമ്മൂമ്മയ്ക്ക് വേറെ ഏതെങ്കിലും പടം അറിയോ? ഒന്ന് ഓർത്ത് നോക്കി. അമ്മൂമ്മയ്ക്ക് ഒത്തിരി അറിയാലോ. ആടുതോമനായിട്ട്
അഭിനയിച്ച സിനിമ ഏതാ മോഹൻലാല്? ആ വേട കിടക്കുന്നു. അനക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. എന്തിനാ? പൂക്കോയിനടിച്ചേന്. അപ്പൊ പൂക്കോയി അടിച്ച സ്വർണം തരും അല്ലേ? ഉറപ്പിക്കട്ടെ. ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും. ആടുതോമയുടെ സിനിമ എപ്പോഴും ഓർക്കുന്നുണ്ടോ? അത് സ്ഫടികം. ഫലിതല്ല, സ്ഫടികം. അയ്യോ പോട്ടെ. ആടുതോമ ഓർമ്മയുണ്ടോ അമ്മൂമ്മക്ക്? കിടിലനല്ലായിരുന്നോ അത്? സൂപ്പർ ആയിരുന്നു, അടിപൊളി. അമ്മൂമ്മ, ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് ചങ്ങനാശ്ശേരിയിലാ കേട്ടോ, നമ്മളെ നാട്ടിലാ. എന്തായാലും അമ്മൂമ്മ ആ പേര് ഓർക്കുന്നുണ്ടല്ലോ, അത് പറഞ്ഞാൽ മതി. സിനിമയൊന്നും ഓർത്തില്ലേലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് അമ്മൂമ്മക്ക് എല്ലാ സിനിമയിലും ഓർമ്മയുണ്ടോ? ചങ്ങനാശ്ശേരിയില്. ആ ചങ്ങനാശ്ശേരിയില് അത് ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. അന്ന് ഞാനൊക്കെ ചെറുപ്പമല്ലായിരുന്നു, അപ്പൊ എനിക്കറിയാം, അത്ര വലിയ അറിവില്ലൊന്നുമില്ല. പക്ഷെ എന്തായാലും ആടുതോമയെ നമ്മൾ മറന്നിട്ടില്ലെന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും കേട്ടോ. അമ്മൂമ്മ, മോഹൻലാലിനെ മാത്രം എന്നെ ഇഷ്ടപ്പെടാൻ കാരണം എത്രയോ നടന്മാരുണ്ട്. എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമാണ്. അമ്മൂമ്മയ്ക്ക് എന്നാ മോഹൻലാലിനെ ഇഷ്ടപ്പെടാൻ കാരണം? കാണാൻ ഭയങ്കര സുന്ദരനാണ്, നല്ല അഭിനയമാണ്. അതുകൊണ്ടാണോ? അയ്യോ, ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ചു കാലം മുമ്പ്. ഇപ്പോഴും മോശമൊന്നുമില്ല. ഇല്ല, ആളുകളെ മുണ്ട് വടക്കേ കുത്തിയൊക്കെ ആയിരിക്കുന്നത് വില്ലന്മാരെ. മോഹൻലാല് ഇതാണോ കാരണം? ഇത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നതായിരിക്കും എല്ലാവരുടെ അടുത്തും. മുണ്ട് മടക്കി കുത്തി മോഹൻലാൽ ഇടിക്കുന്നത്. ഇവിടെ വരുമ്പോ നമുക്ക് മുണ്ട് മടക്കി കുത്തി 2 ഇടി ഇടിക്കാൻ പറയട്ടെ കേട്ടോ. വരുവാണെ നമുക്ക് തീർച്ചയായിട്ടും അത് ചോദിക്കാം. ഒന്ന് മുണ്ട് മടക്കി കുത്തിക്കാം കേട്ടോ. എന്നാ അമ്മൂമ്മയുടെ ഒരു ചോദ്യം. അമ്മൂമ്മ രാവണപ്രഭു വന്ന് ഇഷ്ടാന്ന് പറഞ്ഞില്ലേ? എന്നാ ഒരു ഒറ്റ ചോദ്യം ചോദിക്കുക. രാവണപ്രഭുവില് മോഹൻലാലിന്റെ രാവണപ്രഭുവില് മോഹൻലാലിന്റെ പേര് പറ. നീലകണ്ഠൻ. ആ ബെസ്റ്റ്. ഞാൻ പോവാ. എന്റെ ദൈവമേ. മംഗലശ്ശേരി പേരിന് മുമ്പിൽ കൊമ്പന നെറ്റിപ്പട്ടം പോലെ നീ കൊണ്ടു നടന്ന നിന്റെ തറവാട്ട് പേര്. അവസാനം ഒറ്റ ചോദ്യം. മോഹൻലാലിന്റെ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു ഡയലോഗ് പറയാവോ? അത് കൊള്ളാം. ഏത് സിനിമയാന്ന് ഓർമ്മയുണ്ടോ അത്? അയ്യോ, ഞാനും മറന്നുപോയി, എനിക്കറിയാൻ മേല ഗൈസ്. അത് ഏത് സിനിമയായിരുന്നു എന്ന് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. എന്തായാലും സന്തോഷം. ഹലോ, നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് കുറച്ച് ഓവർ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് ഷൂട്ട് ചെയ്തപ്പോൾ എൻ്റെ അവസ്ഥ അതായിരുന്നു. കുറച്ച് നേരം ഞാൻ തന്നെ വിചാരിച്ചു, ഞാനാണോ വയസ്സായത്, ഇനി അമ്മൂമ്മയാണോ വയസ്സായതെന്ന് വിചാരിച്ചു. കാരണം ഇത്രയ്ക്കും മോഹൻലാലിനെ പറ്റിയുള്ള വലിയ അറിവുകളൊന്നും എനിക്കില്ല. പേഴ്സണലി എനിക്ക് അത്ര വലിയ എന്താ പറയുക, സിനിമയെ പറ്റി വലിയ ധാരണയുള്ള ആളൊന്നും അല്ല. എങ്കിലും ഞാനൊരിക്കലും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്താണ് ഞാൻ നിങ്ങളോടൊക്കെ പറയേണ്ടതെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരുന്ന് അത് അനുഭവിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്തായാലും ഞാനിത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാനിത് ലാലേട്ടന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾ ലാലേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടായിരിക്കും ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ലാൽ സാർ എന്നെങ്കിലും എൻ്റെ അമ്മൂമ്മയെ കാണാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. കാരണം ഇതൊക്കെ നമുക്ക് വൺസിൻ്റെ ടൈം കിട്ടുന്ന ഒരു ഒരു മൊമെൻ്റാണ്. കാരണം നല്ല മൂഡിലായിരിക്കണം. പിന്നെ അമ്മൂമ്മ എല്ലാം ഓർത്ത് ചില സമയങ്ങളിൽ മാത്രമാണ് അമ്മൂമ്മ ഓർത്ത് പറയുന്നത്. അപ്പം ഇതെല്ലാം കൂടി ഇന്ന് നമുക്ക് ഒത്തു വന്നു. സോ ഇന്ന് ഞങ്ങൾ കുറച്ച് ഫ്രീ ആയിരുന്നു. അവിടെ പേരമ്മയൊക്കെ ഹോസ്പിറ്റലിൽ ഒരു ആവശ്യത്തിന് പോയ സമയത്തായിരുന്നു ഞാൻ അവിടെ ഇരുന്നത്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, കുറേ പാട്ട് പാടി, കുറേ സംസാരിക്കുക, കളിക്കുക ഒക്കെ ചെയ്തു. ആ കൂട്ടത്തിലാണ് ഞാൻ അമ്മൂമ്മയെ കൊണ്ട് ഒത്തിരി ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അമ്മൂമ്മയ്ക്ക് അത്രയും ഒരു റീകളക്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെ ദൈവാധീനം, അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. താങ്ക് യു എവ്രി വൺ. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.